chocolate? Yours? Okay, wait. Yeah, let him. Wait, apa paisa കൊടുക്കട്ടെ? ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ ഒരു സെറ്റപ്പാണ്. ഇവിടുത്തെ ലോക്കൽ ഫുഡ്, വെറൈറ്റി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റും. എന്നെപ്പോലുള്ളവർക്കൊന്നും ഇത് പറ്റില്ല. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, വലിയ ഒന്നും സ്മെല്ല്, ഡൂറിയാന്നെങ്ങാണ്ട് പറഞ്ഞിട്ട്. ഈ സാധനം നമ്മുടെ നാട്ടിലെ ചക്ക പോലെ ഇരിക്കും ഇത്. ഈ സാധനം ഇത് ഫ്രൂട്ട്സ്, സീ ഫുഡ്. ഈ സാധനം ഇത് കഴിക്കരുതെന്ന് ഞങ്ങളുടെ ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലാന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആ തോന്നുന്നു അവർ നോ സ്മോക്കിംഗ് നോ ഡ്രിങ്കിങ് എന്നൊക്കെ എഴുതി വെച്ചേക്കണ പോലെ ഹോട്ടലുകളിൽ, ഇവിടുത്തെ ഹോട്ടലുകളിൽ എഴുതി വെച്ചേക്കണാണ്. ആനാണെന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് വിളിക്കുന്നു. യെസ് മാഡം. പണ്ടാരം പൂച്ച പേടിപ്പിച്ചു. എന്താ പിന്നെ അങ്ങനെ എഴുതി വെച്ചേക്കുക. ഇവിടെ ഒന്ന് ഇരിക്കുക, അപ്പോഴെടുത്തൊന്ന് ഇരിക്കുക. എനിക്ക് ക്രീപ്പ് മതി, ക്രീപ്പ്. ഞാൻ വല്ല വാഫിൾസും പാൻ കേക്കും ഒക്കെ കഴിച്ച് എൻ്റെ തായ്ലൻഡ് ടേസ്റ്റ് തള്ളി നിൽക്കും. This is for me? Yes. This is for me. This is for you? Yes. Appa. ഏതാ അപ്പയ്ക്ക? Appa. അതിനകത്ത് എന്താ? വാട്ടർ ആണോ? ഓക്കെ. എൻ്റെ അന്തോണിസ് പുണ്യാളാ, പക്ഷെ കൊള്ളാം. ഈ ക്രീപ്പ് വേറെ എവിടെയും കിട്ടും? അവിടെ ഉണ്ടല്ലോ പാൻ കേക്കിന് ചാവുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നമുക്ക് പോകാനായിട്ട് മേടിച്ചാ ഞാൻ നടന്നുകൊണ്ട് കഴിച്ചോളാം. എന്താ കഴിക്കാം? ഡ്യൂറിയൻ കഴിക്കുന്നോ? ആണോ? എനിക്കിപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടി. എൻ്റെ ഞാൻ തോന്നുന്നു മണം. ഓ, ചക്കപ്പഴത്തേക്കാൾ ന്യാരകമായ മണം. അതിൻ്റെ ഞാൻ തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഇതിന് മുന്നേ ആദ്യമായിട്ട് ആ ഫ്രൂട്ടിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. ഹെൽപ്പ് മീ. വാ ഏസൽ, വാ. അപ്പ കഴിക്കുമല്ലോ, അമ്മ ഹെൽപ്പ് ചെയ്യാം. വാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, അമ്മ ചെയ്തു തരാം. നാട്ടിൽ എവിടെയാ? മലയാളിയാണെന്ന് കാണുന്നത് മനസ്സിലാക്കും. ഏസിൽ ഇങ്ങോട്ട് വാ, അമ്മ ചെയ്തു തരാം. ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഫുഡ് കഴിക്കുന്നത്? ഉണക്കമീനൊക്കെ വെറുതെ കഴിക്കുന്നു. എന്നാളുടെയൊക്കെ റൊട്ടി, ബ്രെഡൊക്കെ കോഴിക്കാലിൻ്റെ സൂപ്പ്. ഓ, കണ്ടിട്ടും കേട്ടില്ലാത്ത മീന്. അത് വിനാഗിരിക്കകത്തൊക്കെ ഒഴിച്ച് സവോളയും പച്ചമുളകും നോക്കി. നമുക്കിച്ചിരി കുടംപുളി ഇല്ലാണ്ടൊക്കെ മീൻ വെച്ചാൽ എന്താ ടേസ്റ്റ്. ഇവിടെയുള്ളവരൊക്കെ എന്തൊക്കെ ഫുഡാണോ കഴിക്കണേ. ഹോട്ടലുകളിലും വീടുകളിലൊന്നും പാറ്റൊന്നുമില്ല. എല്ലാത്തിനെയും ഹോട്ടലുകാർ, റെസ്റ്റോറൻറ്റുകാർ എടുത്തുകൊണ്ട് പോയി ഫ്രൈ ചെയ്യാൻ. അങ്ങനെയുള്ള യാതൊരു ജീവികളുടെ ശല്യങ്ങളും ഇവിടെ ഒരു വീട്ടിലും ഇല്ല. അവരൊക്കെ കോൺട്രാക്റ്റിൻ്റെ അടുത്തേക്കാണ്. നിങ്ങളുടെ വീട്ടിൽ ഇത്ര പാറ്റ വരുവാണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് നാട്ടിലെ ചിക്കനും ബീഫൊക്കെ ഹോട്ടലുകാർ കൊണ്ടുപോകണം. കോഴിക്കാലൊക്കെ ഫ്രൈ ചെയ്ത്, മീൻസ് മറ്റേ കോഴിയുടെ നഖമില്ലേ
അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യുന്നവർക്ക് ഫ്രൈ ചെയ്യാം, സൂപ്പ് ആയിട്ട് കുടിക്കുന്നവർക്ക് സൂപ്പായിട്ട് കുടിക്കാം. ഇവരൊക്കെ ഖത്തർ എയർവേസിന് വന്നതാണോ? എന്നെ ഈ മോഹം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം? ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്യേണ്ടവർക്ക് അടിപൊളിയാണ്. എനിക്കൊന്നും പറ്റില്ല. വെജ് അവിടെ ഇരുന്ന് കരിക്കൈസ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എങ്ങനെയാണ് കരിക്ക് ഐസ്ക്രീം? ഇത് കരിക്കിൻ്റെ ഇതാണോ അവരിട്ടേക്കണേ? അത് സെപ്പറേറ്റ് ഇട്ടാണോ അവര്? കൊള്ളാം. ഫ്ലേവറുണ്ട്. വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നു. ഇങ്ങനെ കാണിക്കേ. കരിക്കിൻ്റെ ഉള്ളിൽ ഒരു കോക്കനട്ട് ഫ്ലേവറിൽ ഉള്ള ഐസ്ക്രീമും ഉണ്ട്. നല്ലതാണ്. ഇവിടെയുള്ള പെണ്ണുങ്ങളെ കണ്ട ആണുങ്ങളാണോ പെണ്ണുങ്ങളാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ വയ്ക്കും പിന്നെ. നേരെ നടക്ക. ഡേഞ്ചറസാ. നേരെ നോക്കി നടക്ക. അങ്ങനെ ഞങ്ങളുടെ 5 ദിവസത്തെ തായ്ലൻഡ് അപ്പതേ പോണു. തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഖത്തറിലോട്ട് പോകുകയാണ്. ഇവിടെ ചെക്കൗട്ട് ചെയ്യണം. ഡ്രൈവർ വെയിറ്റിംഗ്. സൂക്ഷിച്ച് നടക്കട്ടാ. എന്തൊക്കെയാണോ ഇതിനകത്ത്? അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാ. ഞങ്ങളിതാ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നു. ഞങ്ങളുടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന ടീം ഇവന് ഇച്ചിരി മോഡയാണെന്ന് തോന്നുന്നു. കൊച്ചെന്തോ പച്ച വെച്ചപ്പോൾ ഷൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓൺ ടൈമിൽ എത്തണ്ടായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മാത്രമല്ല അവന് നമ്മുടെ ഭാഷയോ നമുക്ക് അവരുടെ ഭാഷയോ അറിയില്ല. ഇല്ലെങ്കിൽ കാണാമായിരുന്നു ഇവിടെ ചോരപ്പുഴ എടുക്കും. ചോരപ്പുഴ ലേറ്റായിട്ട് ഉറങ്ങി, ലേറ്റായിട്ട് എണീറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് തീരണേനെ കുറച്ച് നേരം മുന്നേ എണീറ്റ്. അതുകൊണ്ട് അയാൾക്ക് കഴിക്കാനും പറ്റിയില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങേര് വണ്ടിയിൽ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ക്രീമുകളും കമ്മൽ പോലും ഇടാൻ പറ്റിയില്ല. പിന്നെ എയർപോർട്ടിലോട്ട് വന്ന് ഇനി കയറി കിടന്ന് ഉറങ്ങുമല്ലോ. അതുകൊണ്ട് അതേ കോലത്തിലെങ്കിൽ പോകുന്നു. കൊച്ചിനെ സ്ലീപ്പിംഗ് സ്യൂട്ട് ഇട്ട് എയർപോർട്ടിൽ പോകണമെന്നും പറഞ്ഞ് അങ്കം ഒരു തരത്തിൽ അവളെ കൺവിൻസ് ചെയ്ത് ഇന്നലെ തന്നെ ഡ്രസ്സ് ഇടിപ്പിച്ചു. അവൾക്ക് വേറെ ഡ്രസ്സൊന്നും വേണ്ട. അത് കിടന്ന് ഉറങ്ങിയതിന് രാവിലെ ഉറക്കത്തിൽ
ബസ്സിൽ നിന്ന് കുത്തിപ്പൊക്കി. ഒട്ടും ഉറക്കം തീർന്നുണ്ടായിരുന്നില്ല. ഇന്നലെ നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. അങ്ങനെ ഞങ്ങൾ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തു. കൺഫേം ടിക്കറ്റ് ഇട്ടു ഞാൻ. ദോഹ ടൈം 6:20 ഈവനിങ് ആണ് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് അറൈവൽ. ചെന്ന് ഇതൊക്കെ മാറ്റി അലക്കാനുള്ളതൊക്കെ അലക്കാനിട്ട് യൂണിഫോമൊക്കെ തപ്പി കണ്ടുപിടിച്ച് വണ്ടിക്ക് പെട്രോൾ ഇല്ല കേട്ടോ. പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ച് ഒന്ന് കുളിച്ച് ഉറങ്ങാനുള്ള സമയമുള്ളൂ. എയർപോർട്ടിലേക്ക് ഇറങ്ങാം. കൊച്ചിനെ എണീപ്പിച്ചു. അല്ല വേണ്ട, ഞാൻ ഈ പെട്ടികളൊക്കെ ട്രോളിക്കകത്താക്കാം. എല്ലാം സെറ്റ്. അതിനാരെടുക്കുന്നു? ഞാൻ ഇവനെ കൊണ്ട് എടുപ്പിക്കും. അയ്യോടാ പൊന്നുമോനെ. എന്നെ മസാജ് ചെയ്തവര് പഴിപ്പിച്ച് വെച്ചേക്കും. എന്റെ ചക്കരപ്പൊന്ന് എണീറ്റ് പോരി. എന്റെ ദൈവമേ, വെക്കേഷൻ ഇത് ഡോഗിനെ കൊണ്ടൊക്കെ വന്നേക്കണം. റെയിൽവേസിന്റെ കൗണ്ടർ കണ്ടെത്തിയിരിക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് ബാംഗ്ലൂർ എയർപോർട്ട് ഓർമ്മയായിരുന്നു. ബാംഗ്ലൂരിൻ്റെ അല്ലല്ല, ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ പഴയ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്നൊരു അറ്റ്മോസ്ഫിയർ. ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ അടിപൊളിയായിട്ടുണ്ട്. പുതിയ ടെർമിനലും വന്നിട്ടുണ്ടല്ലോ. ഇത് വേണോ? ഇതിൻ്റെ ഈ സാധാരണ ഈ മിഡിലുള്ള ഭാഗം കഴിച്ചാൽ നമ്മുടെ നാട്ടിലെ തൊലി പോകും. ഇവിടെ അങ്ങനെ പോകണില്ല. അത് അമ്മ എടുക്കോ? അത് നീ തിന്നുമല്ലേ? അതുകൊള്ള ആള് മൊത്തം എടുത്തു. അമ്മീച്ച എടുക്കട്ടെടാ. കൊത്തി പിടിച്ചേക്കും. എന്റെ മോളെ ഇവിടെ വെച്ചു. കയ്യിൽ സ്മെല്ലാവും. അത് പോകട്ടെ. വേറെ എടുത്തോ. ഇത് ഞാൻ കൊറേ നേരം മുന്നേ തിന്നതാ. പക്ഷെ ഇത് എഗ്ഗി ഒരെണ്ണം ബൈറ്റ് ചെയ്തേ. എഗ്ഗി ഒരെണ്ണം ബൈറ്റ്. എഗ്ഗി പ്ലാസ്റ്റിക് തിന്നില്ല കേട്ടാ. അപ്പം എടുത്തോട്ടെ കാരണം ഈശ്വര, മാഗി നൂഡിൽസ് അല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ ഈ നൂഡിൽസ് കഴിക്കാൻ. അപ്പൊക്ക് മതി. ഇനി അമ്മ കഴിച്ചോട്ടെ. ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ പ്ലീസ്. താങ്ക് യു. ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. ഷുവർ.
എന്റെ ഫുള്ളായിട്ടില്ല, ഫുള്ളായിട്ടില്ലെന്ന്. സൗണ്ട് നമ്മുടെ ഫ്ലൈറ്റാ QR 979. ശരിക്കും ഈ റെഡ് കളർ ഡ്രസ്സ് ഇടിപ്പിച്ചത് നന്നായി. അല്ല, എയർപോർട്ടിലൊക്കെ എങ്ങാ വല്ല കൈ വിട്ട് പോവുകയാണെങ്കിലേ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടല്ലോ. ഫ്ലൂറസെന്റ് കളർ റെഡ് വൈറ്റ് ഒക്കെ. കാര്യം പറഞ്ഞ ഇവള് വാശി പിടിപ്പിച്ച് ഇടിപ്പിച്ചതാണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഇവിടെ ഓ ഗുഡ് ഗേൾ. ഞാൻ ഫ്ലൈറ്റിൽ കയറി ആദ്യം നോക്കണ സംഭവം ഇതിങ്ങനെ വെക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് കൊച്ചിന് സുഖമായിട്ട് ഇങ്ങനെ കിടത്താം. സാധാരണ ഞങ്ങൾ പോകുമ്പോൾ അമ്മയും കൊച്ചും കൂടെ കിടക്കും. എനിക്ക് കുറച്ച് സ്ഥലം മതിയല്ലോ. അമ്മയുടെ കൈ ഫേസ് കാണുമ്പോൾ ഫസ്റ്റ് റോങ് ജഡ്ജ്മെന്റിലേക്ക് പോകുന്നു. ഫേസില്ല, നിന്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ പാവം തോന്നും. പക്ഷെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡാന്ന് തോന്നും. പിന്നെ അടുത്ത് വന്നേമ്മ ഇത്രേ ഉള്ള വീഡിയോ എടുക്കല്. ഓഹോ ആയിക്കോട്ടെ. കണ്ടോ, എൻ്റെ ഭർത്താവിന് എന്നെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കേൾക്കണം. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഗൈസ് ഞാൻ ഈ മനുഷ്യൻ്റെ ഇവിടെ ഒരു ദിവസം തള്ളി നിൽക്കുന്നത്. ഇവർക്ക് അല്ലെങ്കിലും എപ്പോഴും ഉള്ളതാ. കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിടും. ടേക്ക് ഓഫിന്റെ സമയത്ത് അത് മാറ്റും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവട്ടെ സംവിധാനം. അപ്പൊ 2 സിനിമ കാണും. 2 സിനിമ കണ്ട് എത്തുമ്പോഴത്തേക്കും കഴിയുമ്പോഴത്തേക്കും ദോഹയിലെത്തും. ആരാ പറയണേ? ഇപ്പോൾ ഉറങ്ങിയാൽ മതിയായിരുന്നു. നീ ഫ്ലൈറ്റ് കയറുമ്പോഴേക്കും നീ ഉറങ്ങും? ഞാൻ ഉറങ്ങില്ല. ആ ഫോണിൽ നിന്ന് വീഡിയോ ഞാനെടുത്ത് ഈ സമയത്ത് ഉറങ്ങില്ല. 30,000 feet എത്തണ്ട ആശാത്തി. ഈ ഫ്ലൈറ്റിൽ ഞാൻ കൂർക്കം വലിക്കുന്നില്ല. വെറുതെ ഞാൻ ആവശ്യം പറയുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് കൂർക്കം വലിക്കുന്നവരെ പറയില്ല കൂർക്കം വലിക്കുമെന്ന്. ഞാൻ എപ്പോഴാ മനുഷ്യ കൂർക്കം വലിച്ചത്? ഈ സമയത്ത് ഞാൻ ഉറങ്ങില്ല. കാരണം നൈറ്റ് ടൈം അന്ന് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ടയർഡ്. കൂർക്കം വലിച്ചു തുടങ്ങി ചക്കര. എന്നാലും നിന്ന് കേട്ടോ. എത്രയും ആള് ചൂടൊന്നും പ്രശ്നമല്ല. അവള് പൊരി വേരത്തോടെ ഇറങ്ങി. ഇന്നലെ നമ്മൾ ഓൾഡ് ഫുക്കറ്റ് ടൗണിൽ പോയപ്പം നല്ല ചൂടല്ലായിരുന്നു. അത്രയില്ല, പക്ഷെ എന്നാലും ഇവളെ സംബന്ധിച്ച് ഭയങ്കര ചൂടല്ലേ. ചൂടുണ്ടേലില്ലല്ലോ. അവള് ഇത്രയും നാള് നിന്നിട്ടോ സ്ഥലമൊക്കെ മാറി. ഫുഡ് അവൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവൾ അപ്പനെ പോലെ എക്സ്പ്ലോറായി. പക്ഷെ അഡ്വഞ്ചേഴ്സ് ആയിട്ട് നമ്മുടെ ഈ വാട്ടർ സ്പോർട്സ് അങ്ങനത്തെ ഉള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. റിജന നല്ല രീതിയിൽ ചുറ്റിച്ചു. അതുകൊണ്ട് 2 തവണ ഞാൻ കണ്ടിന്യൂസ് തായ് മസാജിന് പോയി.
ഞങ്ങൾ ഫൈനലി 6 മണിക്കൂർ ട്രാവൽ ചെയ്ത് ദോഹയിലെത്തി. ഓ, കൊച്ചിനും ടച്ച് ഡൗണായി. ദോഹ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, അവളും ഭയങ്കര ഹാപ്പി. ഏസ് വാ, ഇങ്ങോട്ട് വാ. അവിടെ ഫുള്ള് സ്ട്രേഞ്ചേഴ്സ്. അവിടെ വാ. അയ്യോ, ഇനി ചെന്നിട്ട് കിടന്നുറങ്ങണം. നാളെ പണിക്ക് പോകണം. ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് കുറച്ച് കഞ്ഞി കുടിക്കണം ആദ്യം. ഞാനങ്ങനെ കഞ്ഞി, വീട്ടിലെത്തി കഞ്ഞി, കിങ് ഫിഷ് ഫ്രൈ, പപ്പടം, ചമ്മന്തി, ഒനിയൻ സലാഡ്,